സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? നമുക്കറിയാം, നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത്, ഇൻഡിപെൻഡൻസ് ആയിട്ട് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഏതാണ്? ഓഗസ്റ്റ് 15, 1947 അല്ലെ? അപ്പൊ റിപ്പബ്ലിക് വരുന്നത്, റിപ്പബ്ലിക് ആവുന്നത് വീണ്ടും 2 വർഷം കഴിഞ്ഞിട്ടാണ് റിപ്പബ്ലിക് ഡേ വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മൾക്കൊരു രാജ്യം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് അല്ലെ? നമ്മൾ ജനപ്രതിനിധികൾ, ജനപ്രതിനിധികളെ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യ ഡെമോക്രാസി എന്ന് പറഞ്ഞു. വെറുതെ ജനങ്ങളെ തെരഞ്ഞെടുത്താൽ മാത്രം മതിയോ? ഇല്ല, അവരുടെ ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റപ്പെടുന്നില്ല. അതിനായിട്ട് നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ വ്യവസ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ രാജ്യത്തിന് എന്തുണ്ട്? മഹത്തായ ഒരു ഭരണഘടനയുണ്ട് അല്ലെ? ആ ഭരണഘടനയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്, there are two types of bodies ഉണ്ട്. ഫസ്റ്റ് ബോഡീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സെക്കൻഡ് ഇത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഇത് ഫോം ചെയ്യുന്നത് ഓട്ടോണമസ് ബോഡീസ് ആണ്. ഇവർക്ക് സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ എന്തുണ്ട്? അവർക്ക് സ്വയം ഭരണാധികാരം ഉണ്ട് അല്ലെ? നമ്മൾ ജനങ്ങൾ, സാധാരണ ലോക്കൽ പീപ്പിൾസിന് പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ അവിടെ പറ്റുമോ? ഇല്ല, അവരെന്താണോ തീരുമാനിക്കുക ആ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. The constitutional bodies are autonomous bodies formed when the constitution comes into force. The constitution is source of power of the constitutional bodies. Constitutional amendment is essential for affecting any change in the power or structure of these bodies. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്തുണ്ട്? ഓട്ടോണമസ് ബോഡീസ് ആണ്. അവർക്ക് സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനങ്ങളാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അവരുടെ പവർ പറഞ്ഞ എന്താണ്? അവരുടെ സോഴ്സ് ഓഫ് പവർ എന്താണ്? അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ്. ഇതിന് എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ, ഈ പവർ ചേഞ്ചസ്, സ്ട്രക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? അതിന്റെ അമെന്റ്മെന്റിനെ ആണ് അഫക്ട് ചെയ്യുന്നത് കേട്ടോ. ഭേദഗതികളെയാണ് അഫക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിൽ നിന്നൊക്കെ ഓരോ നിയമങ്ങൾ പാസ്സായിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്നത്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആർ ഫോംഡ് ബൈ ദ ലോ പാസ്ഡ് ബൈ ദ പാർലമെന്റ്. They can be given constitution status and even matured. അതായത് ജനങ്ങളുടെ ആവശ്യപ്രകാരം ജനങ്ങൾക്കായിട്ട് ഒരു നിയമങ്ങൾ പാസ്സാക്കപ്പെടുന്നു അല്ലെ? ഒരു നിയമങ്ങൾ പാസ്സായി വരുന്നുണ്ട്. നമുക്കറിയാം, വുമൺ ആക്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ചിൽഡ്രൻ ആക്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ ആക്ടുകളും നിയമങ്ങളൊക്കെ പാസ്സായി വരുന്നത് എന്താണ്? അതാണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിന്റെ ബേസിലാണ് എന്തുണ്ടാവുന്നത്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് നിലവിൽ വരുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്ന കാര്യമല്ലേ? ജനങ്ങളാൽ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇല്ല, ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവരണം. ജനങ്ങൾ റെപ്രസെന്റേറ്റീവ്സ് ആണ് അവിടെ ഭരിക്കപ്പെടുന്നത്. നമ്മൾ നേരിട്ട് പോയിട്ട് അവിടെ പോയി ഇരിക്കുകയാണോ? ഓരോരോ ജനങ്ങൾ വന്ന് ഭരിക്കുകയാണോ? അല്ല, ജനപ്രതിനിധികളാണ്, പീപ്പിൾ റെപ്രസെന്റേറ്റീവ്സ് ആണ് അവിടെ ഭരിക്കപ്പെടുന്നത് അല്ലെ? അപ്പൊ അതിനു വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് എന്ത്? തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്മീഷനെ കൊണ്ടുവരികയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇലക്ഷൻ കമ്മീഷന് കൊണ്ടുവരാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അവിടെ വരുന്നത് അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ ഒന്നാണ് എന്ത്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ ഇവിടെ നീതിപൂർവ്വം ഫെയർ ആയിട്ട് ഒരു ഇംപാർഷ്യൽ ഇലക്ഷൻ ആയിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് നമുക്ക് നോക്കാം. The democratic system of governs people's representative rulers come into power through elections. അത് ഇലക്ഷനിലൂടെ ഒരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ്സ്, ഗവൺമെന്റ് ഡെമോക്രസി സിസ്റ്റത്തിന്റെ എന്ത് ചെയ്യണം? പീപ്പിൾ റെപ്രസെന്റേറ്റീവ്സ് നമ്മൾ ഭരിക്കാനായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കണം. അതായത് ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നതാണല്ലോ ഡെമോക്രസി. സെക്കൻഡ് പോയിന്റ് എന്താണ്? The Election Commission of India's independent and authorities governing body for ensuring fair impartial elections. അവിടെ എന്തായിരിക്കണം? ഇംപാർഷ്യൽ ഇലക്ഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കണം നടക്കേണ്ടത്. അതാണ് ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായിട്ട് ഒരാൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവും അതിന്റെ അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഫെയർ ആയിരിക്കണം, ഇംപാർഷ്യൽ ഇലക്ഷൻ ആയിരിക്കണം. തേർഡ് പോയിന്റ് എന്താണ്? The Election Commission of India came into existence on 25 January 1915 based on Article 324 of the Indian Constitution. ഈ ഇലക്ഷൻ കമ്മീഷൻ വന്ന ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഏത് ആർട്ടിക്കിളിന്റെ ബേസിലാണ്? 324 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ടിന്റെ പ്രകാരമാണ് 25 ജനുവരി 1915 ആണ്
ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇലക്ഷൻ കമ്മീഷനിൽ ഏതൊക്കെയാണ് ഉള്ളത്? എത്ര ആൾക്കാരാണുള്ളത് ഇവിടെ ഉള്ളത് അറിയോ? അപ്പൊ 2 കമ്മീഷണർമാരിൽ ഒരു മുഖ്യ കമ്മീഷണർ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുകൂടാതെ 2 കമ്മീഷണറും കൂടി ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവരെ നിയമിക്കുന്നത് ആരാന്നറിയോ? പ്രസിഡന്റ് ആണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗം ഔദ്യോഗികമായിട്ട് കാലാവധി. അതായത് 60 ഇയേഴ്സ് അല്ലെങ്കിൽ 65 ഏജ് ആയ 60 ഒരു റിട്ടയർമെന്റ് ആവും, അല്ലെങ്കിൽ 60 ഇയേഴ്സ് അവർക്ക് എന്ത് ചെയ്യാം, അതിലൂടെ മരിക്കാം. ഇത് നമുക്ക് എന്ത് പറഞ്ഞത്? എന്താണ് ഇംപീച്ച്മെന്റ്? ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ എന്താ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സ്ഥാനത്ത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് റിമൂവ് ചെയ്യാനായിട്ട് തരുള്ളൂ. അപ്പൊ മുഖ്യ കമ്മീഷണർമാർക്ക് നിലവിൽ 60 ഇയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 65 ഇയേഴ്സ് ആയിട്ട് വന്നാൽ അവർക്ക് എന്ത് ചെയ്യാം, റിട്ടയർഡ് ആണ്. 65 ഇയേഴ്സ് ഓൾഡ് ആയാലും ഏജ് ആയാലും അവർ അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട്, സോറി, അവർ റിട്ടയർമെന്റ് ആവും. അതിന് മുന്നായിട്ട് എന്തെങ്കിലും നിയമപരമായ തെറ്റുകൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും, ഇംപീച്ച്മെന്റിലൂടെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഇവിടെ പറഞ്ഞത്. പ്രോസസ് ഓഫ് റിമൂവിംഗ് പേഴ്സൺ ഹോൾഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ ത്രൂ പാർലമെന്ററി പ്രൊസീഡിംഗ്, ദി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ can be removed from this position only through ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ആക്കാനായിട്ട്. അതായത് ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നീക്കം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് റെപ്രസെന്റേഷൻ ഓഫ് എ പീപ്പിൾ ആക്ട് 1950 റെപ്രസെന്റേഷൻ ഓഫ് എ പീപ്പിൾ ആക്ട് 1950. ഇതൊരു നിയമമാണ് കേട്ടോ, ഒരു ലോ ആണ്, നിയമമാണ്. ഇത് എന്ത് നിയമമാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1950 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1950 ജനുവരി 26 എന്ത് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ള സ്ഥിതിക്ക് അപ്പോൾ ഒരു നിയമം വേണ്ടേ, ഒരു ലോ വേണ്ടേ? ആ ഒരു ലോ ആണ് ഇവിടെ വ്യവസ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? The Representation of the People Act in 1950 is an act codifying the provision for fixing constituents for election to Parliament and state legislatures, delimiting their boundaries and preparing electoral rules. അതായത് പാർലമെന്റിലേക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിനുള്ള ഇലക്ഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫിക്സ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുന്നത് ഒരു ഏരിയ, ഒരു ഇത് നമ്മൾ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഡെലിമിറ്റേറ്റ് ദെയർ ബൗണ്ടറീസ് ആൻഡ് പ്രിപ്പയറിംഗ് ഇലക്ഷൻ റൂൾസ്. അതായത് നമ്മൾ ഡെലിമിറ്റഡ് ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുക, പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലെ ബൗണ്ടറീസ് നമ്മൾ ഫിക്സ് ചെയ്യുക. പിന്നെ എന്താ, വോട്ടർ പട്ടിക, ഇലക്ടോറൽ റോൾസ് എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക അവിടെ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇലക്ടോറൽ റോൾസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? The act stipulated that all constituents are single member constituency. എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസും എന്താണ്? സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യൂൻസ് ആണ്, സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യൂൻസി ആണ്. തേർഡ് പോയിന്റ് എന്താണ്? The act provide for matters such as division and delimitation of the constitution, appointment of chief electoral officers, district returning officers, അതുപോലെ തന്നെ ഓഫീസർ ഇലക്ടോറൽ എലിജിറ്റേഷൻ ഓഫീസർ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ദ ഇലക്ടോറൽ റോൾസ്. അതായത് മൂന്നാമത്തെ പോയിന്റിൽ ഇവിടെ എന്താ പറയുന്നത് വെച്ചാല്, ഈ ഇലക്ട്രിക്കൽ ഓഫീസർമാരെ നമ്മൾ നിയമിക്കുക. അവർ നിയമിക്കുന്നതിനൊക്കെ ഈ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ നിയമവ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിവിടെ എന്താ പറയുന്നത്, ഡിവിഷൻ ആൻഡ് ഡെലിമിറ്റേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മൾ ഇവിടെ എന്താ ഒരു നിയമം, ഡിവിഷൻ നമ്മൾ പൂർണ്ണ, അതായത് നമ്മൾ വിഭജനം, അതുപോലെ തന്നെ ഡെലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുനർനിർണയവും ഒക്കെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുക. അതുപോലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറെ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ട്രിക് രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമനം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് എന്താ, ഇപ്പൊ ഇത്രയും നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഒരു ആക്ട് വന്നിട്ട് നമ്മൾ വോട്ടർ പട്ടിക തയ്യാറാക്കാം. പിന്നെ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതിലേക്കുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസറെയും ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസറെയും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറെയും പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോളൊക്കെ ചെയ്യുന്നത് ഈ നിയമത്തിന്റെ വ്യവസ്ഥിതിയിലാണ്, ബേസിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതാണ് റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾ ആക്ട് 1915 എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് ആക്ട് ആണ് എന്താ പറയുന്നത്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 എന്ന് പറയുന്നത്. അപ്പോൾ 1915 പറയുമ്പോൾ തൊട്ടടുത്ത വർഷമാണ്, കുറച്ചും കൂടി എന്താണ്
അവിടെ വിപുലീകരിച്ചിട്ടുള്ള ഒരു ആക്ട് ആണ്, ഇത് നിയമമാണ്, ലോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? The Representation of the People Act 1951 is an act to provide for conduct of election to the Indian Parliament, state legislature and to the determining the eligibility and disqualification of those elected and provide for settlement of the election disputes. ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്? ഇലക്ഷൻ പാർലമെന്റിലേക്കും പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലേക്കുമുള്ള ആ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക, ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ എലിജിബിലിറ്റി, ഡിസ്ക്വാളിഫിക്കേഷൻ, ഇലക്റ്റഡ് ആവുന്ന ആൾക്കാരുടെ എലിജിബിലിറ്റി ഡിസ്ക്വാളിഫിക്കേഷൻ നിർണ്ണയിക്കുക. പ്രൊവൈഡ് സെറ്റിൽമെന്റ് ഓഫ് ദ ഇലക്ഷൻ സ്റ്റേറ്റ്യൂട്ട് എന്ന നിയമങ്ങളാണ് ഇവിടെ വ്യവസ്ഥ ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഡീൽസ് വിത്ത് ദ ക്രൈംസ് റിലേറ്റഡ് ടു ഇലക്ഷൻ ആൻഡ് എലിജിബിലിറ്റി ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. അവരുടെ യോഗ്യത നിർണ്ണയിക്കുന്നതും അത് ഡിസ്ക്വാളിഫിക്കേഷനുമാക്കുന്ന നിയമങ്ങളാണ് ഇവിടെ. കുറ്റകൃത്യങ്ങൾ ഏതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രൈംസ് റിലേറ്റഡ് ഇലക്ഷൻ, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ക്രൈംസോ അല്ലെങ്കിൽ എലിജിബിലിറ്റിയോ ഡിസ്ക്വാളിഫിക്കേഷനോ ഒക്കെ എന്തെങ്കിലും, ആ എലിജിബിലിറ്റി ഡിസ്ക്വാളിഫിക്കേഷനും അവരുടെ എലിജിബിലിറ്റി എന്താണ്, ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ നിയമവ്യവസ്ഥ ഇവിടെ ചെയ്യുന്നു. തേർഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഡിഫൈൻസ് ദ ഇൻവാലിഡേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ദ സിസ്റ്റം ഓഫ് ഇലക്ഷൻ ആൻഡ് ദ disqualification, details of the chief election commissioner, district election commission officer, election observers and returning officer എന്നിവരുടെ എല്ലാം എന്ത് ചെയ്യുന്ന അവരുടെ ക്വാളിഫിക്കേഷൻ നിർണ്ണയിക്കുക. അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇൻവാലിഡേഷൻ ആക്കുന്ന കാര്യങ്ങൾ എന്താണ്, അപ്പൊ അയോഗ്യമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ക്വാളിഫിക്കേഷൻ വേണ്ട എന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. Fourth point എന്താ പറയുന്നത്? It's also define the registration of a political parties according to this act. Any organization that wants to become a political party has to register with the election commission. It also stipulates the criteria for national party and regional party, stated as the rules to obtain election symbols. അതായത് ഏത് സംഘടനയ്ക്കും എന്താക്കാൻ പറ്റും, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷനിൽ നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ ഒരു അവകാശം ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കും എന്ത് ചെയ്യാം, ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു നാഷണൽ പാർട്ടി ക്രൈറ്റീരിയയും അത് റീജിയണൽ പാർട്ടി ക്രൈറ്റീരിയയ്ക്ക് അവിടെ സ്റ്റിബുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇലക്ഷൻ സിംബിൾസ് സെലക്ട് ചെയ്യാനും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷനിൽ ഇലക്ഷൻ സിംബിൾസ് സെലക്ട് ചെയ്യുക. അതുപോലെ ഏതൊക്കെ പാർട്ടികൾ, നാഷണൽ പാർട്ടി ആയിട്ട് റീജിയണൽ പാർട്ടി ആയിട്ട് നമുക്ക് ഇവിടെ ക്രൈറ്റീരിയ സ്റ്റിബുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഏത് സംഘടനയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഇങ്ങനെ നിയമവ്യവസ്ഥ ചെയ്യുന്ന ആക്ട് ആണ് റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.